ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫിഗറിൻ. നിങ്ങളിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടോപ്പിലൊരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് യൂസർ നെയിംസ് ആർ കമ്മിങ് സൂൺ, റിസർവ് യുഎസ് ടുഡേ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും അവിടെ കാണുന്നത്. ഇനി മുതൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ എല്ലാം മാസ്ക് ചെയ്യപ്പെടുവാണ്. ഇനി നമ്പേഴ്സ് എല്ലാം പ്രൈവറ്റ് ആവുന്ന കൺസെപ്റ്റിലോട്ട് മാറുവാണ്. അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവും, അത് ഫുള്ളി റോൾ ഔട്ട് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് നമ്മുടെ യൂസർ നെയിം കറൻ്റ്ലി റിസർവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പിലൊരു ബാനർ കാണാൻ പറ്റും, ഈ കാണുന്ന പോലെ. അപ്പോൾ അതിനകത്ത് യൂസർ നെയിംസ് ആർ കമ്മിങ് സൂൺ എന്നുള്ളൊരു ബാനറാണത്. അതിനകത്ത് കീപ്പ് യുവർ ഫോൺ നമ്പർ പ്രൈവറ്റ് വിത്ത് എ യൂസർ നെയിം, അതോടൊപ്പം ഒരു റിസർവ് യുഎസ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിന് ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ഈ സമയത്ത് നമുക്ക് നല്ലൊരു യൂസർ നെയിം, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു യൂസർ നെയിം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന യൂസർ നെയിമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം അത് ആൾറെഡി യൂസ്ഡ് എന്ന് തന്നെ കാണിക്കും അല്ലേ. അപ്പം തുടക്കത്തിലേ നമ്മുടെ മനസ്സിലുള്ള നല്ലൊരു നെയിം നമുക്കുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചെയ്യാനായിട്ട് നല്ലൊരു അവസരമാണ്. എത്രയും പെട്ടെന്ന് റിസർവ് ചെയ്യാനായിട്ടുള്ളൊരു ഫീച്ചറാണ് വാട്സപ്പ് വളരെ നേരത്തെ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ റിസർവ് യുഎസ് എന്നുള്ള ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കയറുമ്പോൾ തന്നെ നമുക്കവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിനകത്ത് യൂസർ നെയിംസ് ആർ കമ്മിങ് സൂൺ, റിസർവ് യുഎസ് ടുഡേ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. 2 ഫീച്ചറാണ് അവിടെ പ്രത്യേകിച്ച് മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് ഇമ്പോർട്ടൻ്റ് ഉള്ള 2 ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് യുവർ യൂസർ നെയിം വിൽ കീപ്പ് യുവർ ഫോൺ നമ്പർ പ്രൈവറ്റ് ഫ്രം പീപ്പിൾ ഹു ഡോണ്ട് ആൾറെഡി നോ ഇറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മളെ അറിഞ്ഞുകൂടാത്തവർക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കാണിക്കാണ്ട് നമുക്ക് യൂസർ നെയിം കാണിക്കാനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെസ്റ്റ് ഫീച്ചറാണ്. അത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. നമ്മുടെ നമ്പറിനെ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹം കാണത്തില്ല. ചിലപ്പോൾ അൺനോൺസൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കാനായിട്ടൊരു ഷോപ്പിൽ പോയി, ചിലപ്പോൾ അവർ പറയാം വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവരുടെ വാട്സപ്പ് നമ്പർ വഴി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്പർ ലീക്ക് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമ്മുടെ നമ്പറിനെ പ്രൈവറ്റഡ് ആക്കുന്ന ഒരു ഫീച്ചർ വേണമെന്ന് നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഫീച്ചർ വരുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നമ്പർ പ്രൈവറ്റ് ആക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവസരം വരുന്ന സമയത്ത്, ആവശ്യം വരുന്ന സമയത്ത് നമുക്കിതേപോലെ യൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ നമ്പർ വെളിപ്പെടാണ്ട് ജസ്റ്റ് ഓൺലി യൂസർ നെയിം മാത്രം കാണിച്ചു. അതുപോലെ രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് പറയുന്നത്, യു ക്യാൻ ആഡ് എ കീ ടു കൺട്രോൾ ഹു കോൺടാക്ട്സ് യു ബൈ യുവർ യൂസർ നെയിം. അപ്പോൾ നമുക്കൊരു കീ ഫീച്ചറും കൂടെ അവർ അടുത്ത് തരുമെന്നാണ് പറയുന്നത്. അതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ ക്രിയേറ്റ് യൂസർ നെയിം എന്നൊരു ബട്ടണുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ യൂസ് ഇൻസ്റ്റഗ്രാം യൂസർ നെയിം എന്നുള്ള 2 ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻ കേസ് മോളിൽ ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ ബാനർ കണ്ടില്ലെങ്കിൽ, യൂസർ നെയിംസ് ആർ കമ്മിങ് സൂൺ കണ്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എവിടെ ഈ ഒരു ഓപ്ഷൻ കാണാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളൊന്നുകൂടെ വാട്സപ്പിലേക്ക് വരിക, യു എന്നുള്ള എഴുതിയിട്ടുള്ള നമ്മുടെ പ്രൊഫൈൽ ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ അവിടെ അക്കൗണ്ട് ഒന്നുണ്ട്. ആ അക്കൗണ്ടിനകത്ത് യുവർ അക്കൗണ്ടിൽ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ അവിടെ വന്നത് കാണാൻ പറ്റും. യൂസർ നെയിം, ആ യൂസർ നെയിമിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു യു ഐയിലേക്ക് വന്നിട്ടുണ്ട്. ക്രിയേറ്റ് യൂസർ നെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡിൽ നെയിം അല്ലെങ്കിൽ ഒരു യൂസർ നെയിം എന്നൊക്കെ പറയാം, നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ യൂസർ നെയിം ഈസ് നോട്ട് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ടെക് എന്നൊക്കെ അടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു നെയിം ഇങ്ങനെ കൊടുക്കുവാണ്. നെയിം കൊടുത്തു, എനിക്ക് ആ യൂസർ നെയിം ഈസ് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ എനിക്ക് യൂസർ നെയിം ഈസ് അവൈലബിൾ കാണിച്ചു. മുകളിൽ ഈ സേവ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ യു റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസർ നെയിമിനെ നമുക്ക് കാണിക്കുന്നുണ്ട്. വെൻ യൂസർ നെയിം ബിക്കംസ് അവൈലബിൾ യു ക്യാൻ ഷെയർ യുവർ യൂസർ നെയിം ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഫോൺ നമ്പർ വെൻ ടെല്ലിങ് സമൺ ഹൗ ടു കോൺടാക്ട് യു ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് വരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്രിൻറ്റിങ് ഷോപ്പിൽ പോയി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അപ്പോൾ ഫസ്റ്റ് ടൈം ഒരാൾ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ ചോദിച്ചാൽ പോലും മൊബൈൽ നമ്പറിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളിപ്പോൾ റിസർവ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് പിന്നീടായാലും ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഹാൻഡിൽ അല്ലെങ്കിൽ യൂസർ നെയിം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അവർക്ക് സെർച്ച് ചെയ്ത് നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സെക്യൂർ ഫീച്ചർ എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ. ഇത്ര ഇവിടെ ചെയ്യേണ്ടേ ഉള്ളൂ, ജസ്റ്റ് ഡൺ അടിച്ച് പോയാൽ മതി. താഴെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, യൂസർ നെയിം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേ അത് കാണത്തുള്ളൂ. കോൺടാക്ട് മീ ബൈ യൂസർ നെയിം. അതിനകത്ത് ഹു ക്യാൻ കോൺടാക്ട് മീ ബൈ യൂസർ നെയിം എവ്രി വൺ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും സെർച്ച് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ പീപ്പിൾ ഹു നോ മൈ കീ എന്നുള്ള ഓപ്ഷനാണ് നേരത്തെ പറഞ്ഞ ആ ഫീച്ചർ. രണ്ടാമത് നമ്മൾ പറഞ്ഞില്ല ആ ഫീച്ചറാണിത്. കുറച്ചുകൂടി സെക്യൂരിറ്റി വേണമെന്ന് തോന്നുന്നവർക്ക്. ഇപ്പോൾ പീപ്പിൾ ഹു നോ മൈ കീക്കകത്ത് വരുമ്പോൾ അവിടെ ഒരു 4 ഡിജിറ്റ് ഒരു നമ്പറുണ്ട്, ഒരു പാസ് കീ പോലൊരു നമ്പർ വരുന്നുണ്ട്.
അപ്പോൾ ഈ കീയും കൂടെ പാസ് ചെയ്യണം ആ വ്യക്തിക്ക്. അപ്പം നമ്മുടെ അവിടെ യൂസർ നെയിം ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അൺനോൺ അല്ലെങ്കിൽ ആരോ ആവട്ടെ, അൺനോൺ ആയിട്ടുള്ള ആൾ നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ദ പാസ് കീ അല്ലെങ്കിൽ എൻ്റെ ദ കീ എന്നെന്തെങ്കിലും ആയിരിക്കും. ആ ഇൻപുട്ടിൽ ഈ നമ്പറും കൂടെ നമ്മൾ ഷെയർ ചെയ്യണം. നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് തരുന്ന ഈ യുണീക്ക് ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പറും കൂടെ കൊടുത്താൽ മാത്രമേ സക്സസ്ഫുള്ളി നമ്മളുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവത്തുള്ളൂ. അത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ, അത് നല്ലൊരു ഓപ്ഷനാണ്. എന്തുകൊണ്ടും ഇങ്ങനൊരു സെക്യൂരിറ്റി ഫീച്ചർ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഉടനെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ട് കിട്ടും. എത്രയും പെട്ടെന്ന് നിങ്ങളും ഈ ഒരു ഫീച്ചർ എപ്പോൾ അവൈലബിൾ ആവുന്നു നിങ്ങൾ സ്വന്തമായിട്ട് നല്ലൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. മോർ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഹു ക്യാൻ സീ എന്നുള്ളത് കീയുടെ ഫീച്ചർ തന്നെ കൊടുത്തു വയ്ക്കുക. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള അടിപൊളി ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.